വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപിന്റെ കാര്യം കഷ്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ജപ്പാനിലോട്ട് ചെന്നിരുന്നു. അദ്ദേഹം ജപ്പാനിലോട്ട് ചെന്നപ്പോൾ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ജപ്പാനിലോട്ട് അദ്ദേഹം ചെന്നപ്പോൾ ജപ്പാനാണെങ്കിൽ ജപ്പാനിലെ പ്രതിനിധിയായിട്ടുള്ള അക്കാസാവ അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. 550 ബില്യന്റെ ഒരു വ്യാപാര കരാർ ഒപ്പിടാനായിരുന്നു അങ്ങോട്ടേക്ക് പോകാനിരുന്നത്. അപ്പോ മോദി അങ്ങോട്ട് ചെന്ന ശേഷം പെട്ടെന്ന് ഇയാൾ പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് നിൽക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രംപിന് ഇത് വലിയ തിരിച്ചടിയായി പോയി. പോരാത്തതിന് ഇപ്പോ അമേരിക്കയുടെ ഭീഷണികളെ ഇന്ത്യ നേരിടുന്ന ഒരു തീരുമാനമുണ്ട്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തപ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്നു, ഭീകരവാദത്തിൽ ഒരു അറുതി വരുത്താതെ ഇനി യാതൊരുവിധ സംസാരവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ താരിഫ് ഇനി ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ അമേരിക്കയുമായിട്ട് ഒരു ചർച്ചകൾക്കും ഞങ്ങളില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല എന്നുള്ളൊരു വാർത്ത വലിയൊരു വാർത്തയായിരുന്നു. 4 തവണ വിളിച്ചിരുന്നു ട്രംപ്, എന്നിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കേന്ദ്രം അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ത്യയുടെ ഈ ഒരു പ്രസ്താവന വരുന്നത്. താരിഫിൽ ഒരു തീരുമാനമാകാതെ ഇനി ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയും അമേരിക്കയുമായില്ല എന്നാണ് കൃത്യമായി ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ട്രംപിന് ഒരു വലിയ തിരിച്ചടി എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഈ റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ലോകം മുന്നിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേച്ചറെ മാറിപ്പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ പുടിനും ട്രംപുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗംഭീര ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു യുക്രൈനിലും റഷ്യയുമായിട്ട്. അവിടെ ഈ റഷ്യ അമേരിക്കയിൽ ഒരു കമ്പനി കയറി അടിച്ചു. അമേരിക്കയിൽ ഒരു ആയുധ കമ്പനിയാണത്, ആയുധ ഫാക്ടറി. അത് റഷ്യ യുക്രൈനിൽ ഉണ്ടായിരുന്നു, അത് സമ്പൂർണ്ണമായിട്ട് തകർത്തു. അതിനു പകരം യുക്രൈന് പിറകിൽ അമേരിക്കയാണ്, നമുക്കറിയാം. ഇവരുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർത്തു. നമ്മുടെ റഷ്യയുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർത്തു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ ഇപ്പൊ കടൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. യുക്രൈന്റെ ഏറ്റവും വലിയ കപ്പല് ഡ്രോൺ ആക്രമണത്തിൽ റഷ്യ തകർത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം റഷ്യക്ക് കടലിൽ എത്രത്തോളം ശക്തിയുണ്ട് എന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ട്രംപ് റഷ്യയെ ലക്ഷ്യമിട്ട് 2 അന്തർവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ നേരത്തെ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ റഷ്യ പറഞ്ഞു, ഞങ്ങൾ ഇത് നമ്മുടെ റഡാറിനകത്താക്കി കഴിഞ്ഞു, നിങ്ങൾ വിട്ടതല്ലേ ഉള്ളൂ, നിങ്ങൾ വിടും മുമ്പേ ഞങ്ങൾ അതിനെ ഞങ്ങളുടെ റഡാറിനകത്താക്കി കഴിഞ്ഞു എന്ന് റഷ്യ പറയുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ഇപ്പൊ വരുന്ന വേറൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാറ്റോ രാജ്യങ്ങളുടെ ഓഫീസുകൾ, ഇപ്പൊ ബ്രിട്ടീഷ് കൗൺസിൽ ഓഫീസ്, യൂറോപ്യൻ യൂണിയൻ ഓഫീസ് എല്ലാം വലിയ അടി കൊടുത്തിരിക്കുകയാണ് റഷ്യ. ഇത് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ട്രംപ് ഈ യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പുടിൻ സർവനാശം കണ്ടിട്ടേ ഞാൻ പിന്മാറൂ. ഇനി തുടങ്ങിയല്ലേ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചു കയറാം, യുദ്ധമെങ്കിൽ യുദ്ധം, സർവനാശമെങ്കിൽ സർവനാശം. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ പുടിൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിന്റെ ഇടയിൽ ട്രംപിന്റെ അമേരിക്കയിൽ ഇയാൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞു. ഇയാൾക്ക് പ്രത്യേകിച്ച് ഈ ഇന്ത്യക്ക് അടിച്ചു കൊടുത്ത താരിഫിൽ അവിടെ എല്ലാവരും അസംതൃപ്തരാണ്. പിന്നെ ഇയാളുടെ കുറെ ശിങ്കിടികളുണ്ട്. അവര് മാത്രമാണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ വാർത്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ക്യാരി ചെയ്യുന്നത്. വലിയൊരു നേതാവിന്റെ ഭീഷണി വീണ്ടും ഇന്ത്യക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് മലയാള മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ്. ഞാനിത് ആരാണെന്ന് നോക്കുമ്പോൾ ഇവാൻ ട്രംപിന്റെ പെട്ടി താങ്ങുന്ന ഒരുത്തനായിരിക്കും. അവിടെയുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള നേതാക്കളെല്ലാം യഥാർത്ഥത്തിൽ ഈ ട്രംപിന് എതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സാഹചര്യം, ഇതിൽ നമ്മൾ ഈ 3 ട്രംപിന് തിരിച്ചടി കിട്ടിയ ഈ 3 ആസ്പെക്റ്റുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ നാറ്റോ രാജ്യങ്ങൾക്ക് എതിരെയുള്ള അവരുടെ ഈ കൗൺസിലുകളൊക്കെ ഇപ്പോൾ റഷ്യ കയറി ആക്രമിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പുടിന്റെ മനസ്സിലുള്ളത്? സർവനാശം കണ്ടിട്ടേ പുടിൻ അടങ്ങുകയുള്ളൂ. അതിനിടയിൽ ഇന്ത്യ അമേരിക്കയെ പ്രകോപിപ്പിക്കാനായിട്ട് വാങ്ങിക്കുന്ന എണ്ണ ഡബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ 100 ബാരലാണ് വാങ്ങിക്കുന്നതെങ്കിൽ താരിഫ് അടിച്ചതിന് ശേഷം 200 ബാരൽ വാങ്ങിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് എന്താണ്? നമ്മള് ഈ പ്ലാറ്റ്ഫോമില് ഇതേപോലെ ചർച്ച 1 മാസത്തിന് താഴെ ആയിട്ടുള്ളൂ നടത്തുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കൂടെ വലിച്ച് റഷ്യ ഇടും. അപ്പോഴേക്കും പ്രഷർ വരുന്നത് എല്ലാവർക്കും, ലോകം മുഴുവൻ പ്രഷറിലേക്ക് പോകും.
ഒടുവിൽ യെസ്. ഈ ട്രംപിന് വാല് ചുരുട്ടേണ്ടി വരുമെന്ന് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതെ അതെ അതെ. ധനുഷ് ഓർക്കുന്നുണ്ടാവും, പ്രേക്ഷകരും അത് ഓർക്കുന്നു. ഓർക്കുന്നുണ്ടാവും. സമാനമായ സ്ഥിതിയിലേക്ക് നമ്മൾ അന്ന് പറയുന്നൊരു കാര്യമുണ്ട്. റഷ്യ സാമ്പത്തികമായി തകർന്നെങ്കിലും പുട്ടിനെ എഴുതി തള്ളാൻ കഴിയില്ല. കാരണം പുട്ടിന്റെ ഒരു രീതി അല്ലെങ്കിൽ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഒരു പ്രത്യേക ക്യാരക്ടർ, അങ്ങനെ ആരുടെ മുമ്പിൽ മുട്ടിലിഴയുകയോ ചെയ്യുന്നൊരു ഒരു ക്യാരക്ടർ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ റഷ്യക്ക് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവരതിന്റെ പിന്നാലെ പോയിട്ടില്ല. കാരണം അവർ ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്ന രാജ്യമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീമാൻ ട്രംപ് ഒരു ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ റഷ്യ യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിന് കനത്ത വില നൽകേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഒരു സൂചന മാത്രമാണ്. കാരണം ന്യൂഡൽഹി വിചാരിച്ചാൽ ഈ യുദ്ധം തീർക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എണ്ണ വാങ്ങിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ റഷ്യ പെട്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, അതായത് രാജ്യത്തിന് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. ഇന്ത്യ പ്രതികരിക്കാനൊന്നും പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പ്രതിദിനം 1.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കിയിടത്തു നിന്ന് അത് 3 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുന്നതിലേക്ക് നമ്മൾ നീങ്ങി എന്നുള്ള വാർത്തയാണ് ഏറ്റവും. അത് ഡബിൾ ആക്കി കളഞ്ഞു. 1.5 എന്നുള്ളത് 3 ആക്കി കളഞ്ഞു. അതായത് ട്രംപിന് ഒരു പുല്ല് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ചൈനയുടെ ഒരു പ്രതിനിധിയുടെ രഹസ്യ കത്ത് ദ്രൗപദി മുർമുവിന് ഒരു ദൂതൻ മുഖേന എത്തിച്ചു എന്ന് ബ്ലൂബർഗിന്റെ ഒരു വലിയ റിപ്പോർട്ട് വരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമായി. നമുക്കിടയിൽ മുമ്പും ചൈന പറഞ്ഞിരുന്നു നമുക്കിടയിൽ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമുക്കിടയിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനിടയിൽ ചൈന പറയുന്നു ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്, ഇല്ല എങ്കിൽ നമ്മൾ തകർന്നു എന്ന് പറയുന്നു. അതിൽ ചില മാധ്യമങ്ങൾ പറയുന്നു, ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നു, ഈ കത്ത് മാർച്ചിലാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ രാഷ്ട്രപതിക്കും ഈ കത്തെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യ രണ്ടുപേർക്കും ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ത്യ ഈ വ്യാപാര ചർച്ച ഡിലേ ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വരുന്ന ഒരു വാർത്ത. ഇതിന് പിന്നിൽ ഒരു വലിയ അപകടമുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഏതായാലും കത്ത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വീണ്ടും കാര്യത്തിലേക്ക് വരാം. ഈ റഷ്യ അപ്പോഴേക്കും സ്വാഭാവികമായി ഇതിനകത്ത് ആരും മിണ്ടുന്നില്ല, ഇന്ത്യ മിണ്ടുന്നേ ഇല്ല. ഈ ട്രംപ് ഈ അഭ്യാസം മുഴുവൻ കാണിക്കുമ്പോൾ മറ്റ് പറയുന്ന രാജ്യങ്ങളൊന്നും, റഷ്യ അതിലൊന്നും മിണ്ടുന്നത്. റഷ്യ ഒരു കാര്യം പറഞ്ഞു, ഈ ഇന്ത്യ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അവരുടെ ഷിപ്പുകളെ മറ്റും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്, അത് പിന്നെ പണി മേടിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അതിനെ ചൊല്ലിയുള്ള ഷിപ്പ് തടയുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ ഉപരോധമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ താരിഫല്ലേ വന്നിട്ടുള്ളൂ, ഉപരോധം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് സംഭവിക്കുമെന്ന് പറയുന്നുമുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം ചൈനയാണ്. അവരും സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ചൈനയെ തലോടാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തുന്നുണ്ട്. 6 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കുന്നു, ഒരു കാര്യമില്ല. ട്രംപ് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. കാരണം ചൈനയ്ക്ക് അമേരിക്ക നന്നായി അറിയാവുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ചൈനയെ തകർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഇന്ത്യ തകർക്കണം. കാരണം ഈ ഏഷ്യയിൽ നിന്ന് വളർന്നു വരുന്ന 2 സാമ്പത്തിക ശക്തിയാണ്. അപ്പൊ ചൈനയെ തകർക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രാഥമിക ലക്ഷ്യം തന്നെ. കാരണം സൈനികപരമായിട്ടും പസഫിക് ഏരിയകളിലാണെങ്കിൽ തന്നെയും ഈ കിഴക്കൻ ഏഷ്യയിലാണെങ്കിൽ തന്നെയും ചൈന ഒരു വലിയ ശക്തി തന്നെയാണ്, നമ്മളെക്കാളും വലിയ ശക്തി തന്നെയാണ് ചൈന. അതിപ്പോ നമുക്ക് തുറന്നു പറയുന്നതിന് യാതൊരു മടിയുമില്ല. സാമ്പത്തിക അവസ്ഥയിൽ നമ്മളെക്കാൾ വളരെ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി 40ലധികം രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജപ്പാനിലേക്ക് പോകുന്നു. ഇവിടെ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ പറയാതെ പോകരുത്. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ചൈനയിൽ സെപ്റ്റംബർ 3 അവരുടെ വിജയ് ദിന പരേഡ് നടക്കുന്നു. ആ പരേഡിൽ കിം ജോൺ ഉൻ പങ്കെടുക്കുന്നു, പുടിൻ പങ്കെടുക്കുന്നു, ഷീ ജിൻപിങ് പങ്കെടുക്കുന്നു. അതുകൂടാതെ 26 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയ ആ പരേഡിൽ പങ്കെടുക്കുന്നു. അപ്പൊ ചോദിക്കും, എന്താണ് ഈ ദക്ഷിണ കൊറിയക്കുള്ള പ്രാധാന്യമെന്ന്. ജിയോ പൊളിറ്റിക്സിൽ ദക്ഷിണ കൊറിയക്ക് ഒരു പ്രാധാന്യമുണ്ട്. നിലവിൽ ജപ്പാനുമായിട്ട് ദക്ഷിണ കൊറിയക്ക് പ്രശ്നങ്ങളില്ല നിലവിൽ. പക്ഷെ ചരിത്രപരമായി ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ചില ദ്വീപുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും യുദ്ധങ്ങളും ജപ്പാൻ ഇൻവേഷൻ കൊറിയയിലേക്ക് നടത്തിയതൊന്നും കൊറിയയ്ക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുന്നില്ല. പക്ഷെ 2023 തൊട്ട് 25 വരെയുള്ള കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇവര് ചില യോജിക്കാവുന്ന മേഖല, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലൊക്കെ ദക്ഷിണ കൊറിയയും അല്പം മുൻപിൽ നിൽക്കുന്ന. അപ്പൊ ജപ്പാന്റെയും കൂടെ ഒക്കെ ഒരുപാട് കമ്പനികൾ ദക്ഷിണ കൊറിയയിലേക്ക് വരികയും. അതിന്റെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഒന്നിക്കാനുണ്ടായ ഒരു സാഹചര്യം, ഉത്തര കൊറിയ അവിടെ നിൽപ്പുണ്ട്. ഉത്തര കൊറിയയുടെ ആക്രമണത്തെ ചെറുക്കുക എന്നതാണ്. അങ്ങനെയാണല്ലോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ അതിനെ തടയാനുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ പറയുന്ന US, അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നൊരു സഖ്യത്തിലേക്ക് പോകുന്നു.
ഇവിടെ വിജയദിനം, അതായത് ഈ നടക്കുന്ന ചൈനയിൽ സെപ്റ്റംബർ 3 നടക്കുന്ന വിജയദിന പ്രോഗ്രാം, വിജയദിന പരേഡ്. ഈ പരേഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ തോൽപ്പിച്ചതാണ് ചൈന. അതിന്റെ വിജയദിനമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഇതിനകത്ത് പങ്കാളിയായിരുന്നത് കൊറിയ. അവരും ഇതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ജിയോ പൊളിറ്റിക്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ജപ്പാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ഒരു വ്യാപാരത്തിന് കരാറുകൾ അമേരിക്കയുമുണ്ട്. 550 ബില്യൺ കരാറിൽ ഒപ്പിടാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം. രണ്ടാമത്തെ ഒരു സാഹചര്യം, അവർക്ക് വലിയ രീതിയിൽ തന്നെ ബിസിനസ് മുമ്പോട്ട് കൂട്ടേണ്ടതായിട്ടുണ്ട്. കാരണം സാമ്പത്തിക സിസ്റ്റത്തിൽ അവർ ഇപ്പോൾ 3-ൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിലേക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ട് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു അമേരിക്ക വളരെ കുറച്ച് താരിഫാണ് ജപ്പാന് ചുമത്തിയിരിക്കുന്നത്. വളരെ വളരെ കുറവാണ് താരിഫ്. പക്ഷെ ഈ ജപ്പാനുമായിട്ടുണ്ടാക്കുന്ന ഒരു വ്യാപാര കരാറ്, ആ വ്യാപാര കരാറിൽ ജപ്പാനിലുള്ള വ്യവസായികൾ തൃപ്തരല്ല. അവർ പറയുന്നത് ഈ കരാർ കൊണ്ട് നേട്ടം അമേരിക്കയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജപ്പാൻ അങ്ങനെ ചിന്തിക്കാൻ തയ്യാറായില്ല. അടുത്ത ആഴ്ച അത് ഫൈനലൈസ് ചെയ്ത് ഒപ്പിടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അതിൽ നിന്ന് ഒരു പിന്മാറ്റം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിശ്ചിതത്വം. പിന്മാറ്റം എന്നുള്ളതല്ല നമ്മളതിന് പറയുന്നത്, അനിശ്ചിതത്വം, നീണ്ടുപോകൽ ഉണ്ടല്ലോ. അങ്ങനെ നീണ്ടു പോയൊരു കരാറാണ് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ. ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല. നീണ്ടുപോയാൽ ഇത് നമ്മൾ പറയത്തില്ല, എന്ത് കാര്യവും നീണ്ടുപോയാൽ നടക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത്. ഇതിപ്പോൾ നീണ്ടുപോകുന്ന തലത്തിലേക്ക് എത്തി. അപ്പം ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ഭാഗത്തു നിന്ന് റഷ്യയുടെ കനത്ത ആക്രമണം, അതിപ്പോൾ കടൽ ഡ്രോൺ അവർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ തന്നെ അവരുടെ കഴിഞ്ഞ ദിവസം 19 പേരാണ് ഈ കീവിൽ, ഉക്രൈൻ്റെ തലസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്. കീവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഓഫീസ് അവരടിച്ചിരിക്കുന്നു. പ്രത്യക്ഷമായിട്ട് ബ്രിട്ടീഷിന്റെ അല്ല എങ്കിൽ പോലും അവർ നേരിട്ട് നടത്തുന്നില്ലെങ്കിൽ പോലും അവരുടെ ഒരു സ്ഥാപനമാണ്. രണ്ടാമത്തെ കാര്യം, യൂറോപ്യൻ യൂണിയന്റെ ഒരു ഓഫീസ് ഉക്രൈനിൽ ഉണ്ടായിരുന്നത് തകർന്നിരിക്കുന്നു. ആളപായമൊന്നുമില്ല, വെളുപ്പിനായിരുന്നു അടി നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ആളപായമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്, യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉക്രൈൻ സന്ദർശിക്കുന്ന സമയമാണിത്. അവർ പര്യടനം നടത്തുന്ന സമയത്ത് തന്നെയാണ് ഈ അടി. കാരണം റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയോ നാറ്റോയോ ഈ ഉക്രൈന്റെ സംരക്ഷകരായിട്ട് ഇവിടെ അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനൊരു ഒരു മറുപടിയാണ് അവിടെ ഈ അടിയിൽ കൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു, ഉക്രൈന്റെ ഏറ്റവും വലിയ ഷിപ്പ് സിംഫെറോപോൾ എന്ന് പറയുന്ന ഷിപ്പാണ് അവരുടെ നാവികസേനയാണ്. ആ ഷിപ്പ് തകർത്തിരിക്കുന്നു. ഡാനൂബ് ഡെൽറ്റയിൽ വെച്ചതാണ് തകർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ലഗൂണ ക്ലാസിൽ വരുന്ന ഒരു ഷിപ്പാണ്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെ കാലത്ത് ആയിട്ട് ഈ ഉക്രൈന്റെ ഏറ്റവും വലിയ ഒരു ഷിപ്പാണ് ഈ തകർത്തിരിക്കുന്നത്. അത് കടലിലും കരയിലും ഒരേ സമയം ആക്രമണം തുടങ്ങി വെച്ചുകൊണ്ട് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയില്ല, യുദ്ധം എന്ന് പറയുന്നത് റഷ്യക്ക് ജയിക്കാൻ വേണ്ടി അല്ല അവരിത് ചെയ്യുന്നത്. പകരം എല്ലാവരും കൂടി പ്രതിസന്ധി വന്ന് കിടക്കട്ടെ, എന്തായാലും ഞാനോ തകർന്നു, നീയൊക്കെ കാരണം, അതുകൊണ്ട് നീയും അതിന്റെ പകുതി പങ്കെടുക്കൂ, അതുകൊണ്ട് നിന്നെയും പിടിച്ച് ഞാൻ വലിച്ചില്ല. നമ്മൾ പറയത്തില്ല, ഇങ്ങനെ താഴോട്ട് പോകുന്നവൻ മുകളിൽ നിൽക്കുന്നവനെ കൂടെ വലിച്ച് താഴെ ഇടില്ലേ, അതുപോലെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഇവിടെയും കൂടെ വരും. സ്വാഭാവികമായിട്ട് അമേരിക്ക ഇതുവരെ അതിന് ഒരു മിണ്ടിയിട്ടില്ല, ഒന്നും ഇത് പറഞ്ഞിട്ടില്ല, എന്താണ് ഈ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ UK ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് ജിയോ പൊളിറ്റിക്സ് അതിവേഗം മാറുന്നു. ട്രംപിന്റെ കയ്യിൽ ഒരു സംഭവം നിൽക്കുന്നില്ല. യുദ്ധം തീർക്കാൻ പോയ ട്രംപ്, നമ്മൾ കുറച്ചു ദിവസം മുമ്പൊക്കെ ട്രംപ് അനുകൂലികൾ പറഞ്ഞത് എന്തായിരുന്നു, പുടിനും ട്രംപും തമ്മിൽ ഭയങ്കര ദോസ്താകുന്നു, ഇന്ത്യക്ക് പണി കിട്ടും, അവർക്ക് കിട്ടും, ഇവർക്ക് കിട്ടും എന്നൊക്കെ. ഇപ്പൊ ട്രംപിന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളായ UK ഏറ്റവും കൂടുതൽ പണി കിട്ടുക. കാരണം UK റഷ്യയും തമ്മിൽ നേരത്തെ മുതൽ തന്നെ വളരെ തർക്കമുണ്ടായിരുന്നു. അത് നമ്മൾ പലവട്ടം ഈ ഇവിടുത്തെ ചർച്ചകളിൽ അതിന്റെ കഥകളും വിശദീകരിച്ചിട്ടുള്ളതാണ്. പഴയ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അത് അറിയാൻ പറ്റും. അപ്പം ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടെ വളരെ നിർണായകമായ രണ്ട് സംഭവങ്ങളാണ് 24 മണിക്കൂറുകൾ നടന്നത്. ഒന്ന്, പെട്ടെന്ന് തന്നെ ഈ കസവോ അവരുടെ യാത്ര, ജപ്പാന്റെ ആ യാത്ര നിർത്തിവെക്കുന്നു. ഒപ്പം തന്നെ നരേന്ദ്രമോദി ഇന്ന് അവിടെ ഒരു ഉച്ചകോടിയുണ്ട് അവിടുത്തെ ജപ്പാൻ പ്രൈം മിനിസ്റ്ററുമായിട്ട്, അത് നടക്കുന്നു. അതിന്റെ ആ സമയം തന്നെ റഷ്യ ഒരു വലിയ ആക്രമണം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ അവരെ ഒരു വെല്ലുവിളിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന ഒരു കാര്യം തന്നെയാണ് റഷ്യ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെ നിൽക്കുന്നു. ഇനി മറ്റന്നാള് 31-ാം തീയതി ശ്രീ നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തുന്നു. ഇവിടെ ശ്രീ പുടിനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നേക്കും. പുടിൻ ഈ 31-ാം തീയതി ആണോ വരുന്നത്, 1-ാം തീയതി ആണോ എന്നുള്ളത് മാധ്യമങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കാരണം 3-ാം തീയതി അവിടെ ഒരു വിജയദിന പരേഡുണ്ട്. അപ്പൊ അദ്ദേഹം പുടിൻ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 1-ാം തീയതി വന്നിട്ട് 3-ാം തീയതി പരേഡിന് അദ്ദേഹം ഉണ്ടാകുമെന്നായിരിക്കും കരുതുന്നത്. ഏതായാലും നരേന്ദ്രമോദി 31, 1 തീയതികളാണ് അവിടെ ഉള്ളത്.
ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ നടക്കും. അപ്പൊ ജിയോ പൊളിറ്റിക്സ് വളരെ വേഗം മാറി മറിയുന്നു. ഇവിടെ ട്രംപിന്റെ സ്വപ്നങ്ങൾ ഉപ്പുവെച്ച കലം പോലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം പ്രഷർ ചെലുത്തി ഇന്ത്യയെ ഒതുക്കാമെന്ന് കരുതിയെടുത്ത് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താരിഫ്, അതായത് അധികം ചുമത്തിയ 25% താരിഫുണ്ട്, അതായത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നു. ആ താരിഫ് കുറയ്ക്കാതെ ഇനി ഒരു വ്യാപാര ചർച്ചയും അമേരിക്കയുമായിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 1.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങിയെടുത്തുനിന്ന് അത് നേരെ 3 ലക്ഷമാക്കി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ്, അമേരിക്കയ്ക്ക് മുമ്പിൽ, ട്രംപിന് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല. കാരണം ഈ രാജ്യം അമേരിക്കയ്ക്കെതിരെ ഒരുപാട് ഇത് കണക്കുള്ള മുഷ്കും പ്രഷറും ഒക്കെ അതിജീവിച്ച് വന്ന ഒരു രാജ്യമാണ്. ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടെ കളം ക്ലിയർ ആകുന്നു. നമ്മളുടെ ചർച്ചയൊക്കെ സ്ഥിരം കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വലിയ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഒരുപക്ഷെ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾക്ക് നീണ്ടു നിന്നേക്കാം ഒരു വേൾഡ് വാറിലേക്ക് പോവുകയാണെങ്കിൽ.